ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ സെപ്റ്റംബർ മാരുത് വാനില്ലേ എന്ന സസ്പെൻസ് ത്രില്ലർ സിനിമയെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ കയ്യിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയങ്ങളാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിങ് സീൻ തന്നെ ഒരു ഹോട്ടലാണ് കാണിക്കുന്നത്. ഇവിടെ കല്യാണം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മേക്കപ്പിനായിട്ട് ജാനകി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിളിക്കണം എന്ന് പറഞ്ഞ ഫ്രണ്ട് വരുന്നു. ആ റൂമിൽ നോക്കുമ്പോൾ ജാനകി ഇല്ലാതെ ജാനകിയുടെ ഹസ്ബൻഡ് മാത്രമാണുള്ളത്. വൈഫിനും ഹസ്ബൻഡിനും ഇതിനകം തന്നെ പ്രശ്നമുണ്ട്. ജാനകി ഇല്ലാതെ ജാനകിയുടെ റൂമിൽ നീ എന്ത് ചെയ്യാണെന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. ഇത് കൂടാതെ അവിടെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവൻ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ഇവർക്ക് ഭയമുണ്ട്. ജാനകി വീട്ടിലില്ല, നീ പൊക്കോ എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഇയാളുടെ പേര് രാമചന്ദ്രൻ എന്നാണ് കേട്ടോ. ഇയാൾക്കും ഒരുപാട് നേരമായിട്ടും വൈഫ് വരാത്തതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ട്. ശരി, വൈഫ് എവിടെയാണെന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇയാൾ ചെക്ക് ചെയ്യാൻ വരികയാണ്. ഇപ്പോൾ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് വന്ന് വൈഫ് എവിടെയാണെന്നൊക്കെ ചോദിക്കുകയാണ്. നീ തന്നെ അവൾ എന്തോ ചെയ്തിട്ട് ഇപ്പോൾ ഡ്രാമ കളിക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് കുറച്ച് നേരം മുമ്പ് വന്ന ആ പെൺകുട്ടിയും ദേഷ്യപ്പെടുകയാണ്. അതുപോലെ ആ ജാനകിയെ സംബന്ധിച്ച് ഫ്രണ്ടായി രമേശ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അവൻ ഈ സ്ഥലത്തേക്ക് പോലീസിനെ വിളിച്ചു വരുത്താണ്. ഇപ്പോൾ പോലീസുകാരൻ നമ്മുടെ ഹീറോയെ ലോക്ക് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോവാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് അയാൾ പറയുന്നുണ്ട്. നീ തന്നെയാണ് എന്തോ ചെയ്തത് എന്ന് പറഞ്ഞ ആളുകളൊക്കെ ചേർന്ന് ലോക്ക് ചെയ്ത് കൊണ്ടുപോവാണ്. രമേശ് പറഞ്ഞിട്ടാണ് വന്ന് ലോക്ക് ചെയ്ത് കൊണ്ടുപോയത്. വൈഫിന് എന്ത് ചെയ്തു എന്ന് ചോദിച്ച് ഇയാളിട്ട് അടിക്കുകയാണ്. എനിക്കൊന്നും അറിയില്ലെന്ന മട്ടിൽ ഇയാൾ ഇരിക്കുന്നുണ്ട്. ഇനി ഇയാൾ ചിന്തിക്കുന്നതാണ് നമുക്ക് ഫ്ലാഷ് ബാക്കായി കാണിക്കുന്നത്. ഈ രാമചന്ദ്രൻ ഒരു IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഇയാൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട്. അവരാണ് ജാനകി. ഈ ജാനകി പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ ഭക്ഷണം വാരി കൊടുക്കാണ്. കുഴപ്പമില്ല, നല്ല കുട്ടിയാണല്ലോ എന്നൊരു നോട്ടം നോക്കിക്കൊണ്ട് ഇയാളും പോകുന്നുണ്ട്. ഇപ്പോൾ ജാനകിയുടെ വീട്ടിലേക്ക് ഒരു വലിയ മിനിസ്റ്റർ വന്നിരിക്കുകയാണ്. ഈ മിനിസ്റ്റർക്ക് 45 വയസ്സിന് മുകളിലുണ്ട്. ഇതുവരെ കല്യാണം കഴിക്കാതിരിക്കുകയാണ്. ജാനകി എനിക്ക് കെട്ടിച്ചു തരണം എന്ന് MLA ചോദിക്കുകയാണ്. ഇയാളെ MLA ആക്കിയത് തന്നെ ഇയാളാണ്. നിന്നെ ഈ MLA ആക്കിയത് ഞാൻ തന്നെയല്ലേ? നിന്റെ മകളെ കല്യാണം കഴിച്ചാൽ എൻ്റെ രാശി വെച്ച് ഞാൻ CM ആകാൻ വരെ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഇത്രയും ചോദിക്കുന്നത് എന്നയാൾ പറയുന്നു. MLAക്ക് കെട്ടിച്ചു കൊടുക്കാൻ ആഗ്രഹമുണ്ട്. എന്നാൽ അവളുടെ അമ്മയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വയസ്സ് വ്യത്യാസം നോക്കിയേ, ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. ഇതിൽ ഈ മിനിസ്റ്റർക്ക് ടെൻഷൻ ആവുന്നുണ്ട്. നിന്നെ MLA ആക്കിയത് ഞാൻ കാരണമാണ്. എങ്ങനെയെങ്കിലും നിന്റെ മകളോടും വൈഫിനോടും സംസാരിച്ച് സമ്മതിപ്പിക്കണം. ഞാൻ ഇറങ്ങാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. തലവേദനയല്ലോ, എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാമെന്ന് ഇയാളും പറയുന്നുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് വൈഫിനോട് സംസാരിക്കാൻ ടെറസിലേക്ക് വരികയാണ്. അങ്ങനെ വൈഫിനോട് ഇവർ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇവരെ പിടിച്ച് തള്ളിയിടാണ്. ടെറസിൽ നിന്ന് താഴെ വീണ് ഇവർ മരിക്കുന്നു. ടെറസിൽ നിന്നും അബദ്ധത്തിൽ താഴെ വീണതാണെന്ന് എല്ലാവരോടും പറയണം എന്ന് ജോലിക്കാരോട് പറഞ്ഞു. അങ്ങനെ അമ്മ മരിക്കുകയാണ്. അമ്മ എങ്ങനെ മരിച്ചു എന്ന് മകൾക്കറിയില്ല. എന്നാൽ അന്നു മുതൽ മകൾ സങ്കടപ്പെട്ട റൂമിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുകയാണ്. അപ്പോഴാണ് അവരുടെ ഫ്രണ്ടായ രമേശ് എന്ന് പറയുന്ന ഒരാൾ വരുന്നത്. ഈ രമേശാണ് പ്രസന്റിൽ ഹീറോയെ പോലീസിൽ കുടുക്കിയത്. ജാനകി, നീ എന്തിനാ റൂമിനുള്ളിൽ തന്നെ ഇരിക്കുന്നത്? എൻ്റെ കൂടെ പുറത്തേക്ക് വാ, കുറച്ച് സ്ഥലമൊക്കെ ചുറ്റി കാണാം എന്ന് പറഞ്ഞ് ഇവൻ വിളിക്കുന്നു. എല്ലാം ശരിയാവും എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് അവളും റൂമിൽ നിന്ന് പുറത്തേക്കൊക്കെ വരികയാണ്. ഇപ്പോൾ ഹീറോയുടെ കഥയാണ് നമ്മളെ കാണിക്കുന്നത്. ഇയാൾ IT കമ്പനിയിൽ ജോലി ചെയ്യാണല്ലോ. ഇയാളുടെ ഫ്രണ്ട് ഒരാൾ ജോലിയിൽ എന്തോ അബദ്ധം കാണിച്ചു, അത് ഡിലീറ്റ് ചെയ്യണം. അതിന് അവിടെയുള്ള യോഗിയെ എങ്ങോട്ടെങ്കിലും മാറ്റണം എന്നൊക്കെ പറയുന്നു. യോഗിയെ മാറ്റാൻ ഹീറോ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. യോഗിക്ക് ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളോട് താല്പര്യമുണ്ട്. അവർ സംസാരിക്കുന്ന പോലെ നമുക്ക് സംസാരിക്കാം, യോഗിയെ ഡൈവേർട്ട് ചെയ്യാം എന്ന് ഹീറോ പറയുന്നുണ്ട്. ഇയാളുടെ കയ്യിൽ ഒരു ആപ്പ് ഉണ്ട്. അതിൽ ലേഡി വോയിസിൽ സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ ആ ലേഡി വോയിസിൽ യോഗിയോട് സംസാരിക്കുകയാണ്. ഉള്ളിലേക്ക് വാ, നിങ്ങളോട് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറയുന്നു. ഇതുവഴി യോഗി ഞാൻ ഉടനെ വരാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ യോഗി ആ സ്ഥലത്ത് നിന്ന് മാറ്റിയല്ലോ, ഇനി യോഗിയുടെ ലാപ്ടോപ്പിൽ പോയി ഡിലീറ്റ് ചെയ്യേണ്ടത് ഡിലീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇവർ പോവാണ്. ആ ലേഡി തന്നെയാണ് വിളിച്ചതെന്ന് കരുതി യോഗി അവരുടെ അടുത്ത് പോയി ഫ്ലേർട്ട് ചെയ്യാണ്. ഞാൻ നിന്നെ വിളിച്ചോ? ഞാനൊന്നും നിന്നെ വിളിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷമാണ് ആരോ പറ്റിച്ചതാണെന്ന് യോഗിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ യോഗിയുടെ ലാപ്ടോപ്പിൽ നിന്ന് ഇവരിതെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞിരുന്നു. രമേശ് എന്ന് പറയുന്നവൻ ജാനകിയെ പുറത്തു കൊണ്ടുവന്നല്ലോ. അവന് വേറൊരു പ്ലാൻ ഉണ്ട്. ജാനകി എന്തൊക്കെയായാലും MLAയുടെ മകളല്ലേ, അവളെ കല്യാണം കഴിച്ചാൽ ഒരുപാട് സ്വത്ത് കിട്ടുമെന്നതുകൊണ്ട് അച്ഛനും മകനും ചേർന്നിട്ടാണ് ഈ പ്ലാൻ ഇടുന്നത്. നീ എന്ത് വേണം ചെയ്തോ, പക്ഷേ അവളെ തന്നെ വിവാഹം കഴിക്കണം, എന്നാൽ മാത്രമേ നിനക്ക് കോടീശ്വരനാവാൻ കഴിയൂ എന്ന് അച്ഛൻ പറയാണ്. ഞാൻ നോക്കിക്കോളാം അച്ഛാ എന്നൊക്കെ അവനും പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ MLA നാട്ടിലില്ലാത്ത സമയത്താണ് മകൾ രമേശിൻ്റെ കൂടെ പോയത്. ഇപ്പോൾ വീട്ടിൽ വരുമ്പോഴാണ് MLA ഈ വിവരം അറിയുന്നത്. ഇപ്പോൾ മിനിസ്റ്റർ ആണെങ്കിൽ എപ്പോഴാണ് എനിക്ക് അവളെ കെട്ടിച്ചു തരാം എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെയെങ്കിലും കെട്ടിച്ചു തരാം എന്ന് ഇയാളും പറയുന്നുണ്ട്. മകൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയും ഫ്രണ്ട്സും ചേർന്ന് പാർട്ടി ചെയ്യാൻ ഒരു പബ്ബിൽ വന്നിരിക്കുകയാണ്. ഇയാൾ പബ്ബിൽ ഫ്രണ്ട്സുമായി സംസാരിച്ചിരിക്കുമ്പോൾ നേരത്തെ കണ്ട് നമ്മുടെ ജാനകിയെ കാണുന്നു. ഇവളെന്തിനാ പബ്ബിലേക്കൊക്കെ വന്നിരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുകയാണ്. ഇവളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ ഫ്രണ്ട്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംസാരിക്കാൻ നോക്കുക, ഡ്രിങ്ക് ഓഫർ ചെയ്യുക എന്നൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ഇയാളും ഫ്രീ ആയി ഡ്രിങ്ക് വാങ്ങി തരാമെന്ന് പറയുന്നു.
പക്ഷെ അവരുണ്ടല്ലോ വേണ്ട എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യാണ്. എന്നാൽ കുറച്ച് സമയത്തിനകം ആ സ്ഥലത്തേക്ക് ജാനകിയുടെ ഫ്രണ്ടായ രമേശ് വരുന്നു. ഇപ്പോൾ രമേശിനോട് ഡ്രിങ്ക് ഓഫർ ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ എന്തിരിക്കുന്നു, നമുക്ക് ഡ്രിങ്ക് വാങ്ങാം എന്ന് രമേശ് പറയാണ്. ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഇവരും ഹീറോയുടെ കാശിൽ ഡ്രിങ്ക് ഒക്കെ വാങ്ങി കുടിക്കുകയാണ്. ഇപ്പോൾ ഹീറോ അവളെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ച് അവളുടെ കൂടെ ചേർന്ന് ഡാൻസ് ചെയ്യണം എന്നൊക്കെ ഫ്രണ്ട്സിനോട് പറയുന്നു. ഇപ്പോൾ എല്ലാവരും ചേർന്ന് ഡാൻസ് ചെയ്യാണ്. അവരും ആദ്യം മാറി മാറിയാണ് പോകുന്നത്. എന്നാൽ ഹീറോ ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യാണല്ലോ, നമുക്കും കൂടെ ചേർന്ന് ഡാൻസ് ചെയ്യാമെന്ന് കരുതിയിട്ട് ആ സ്ഥലത്ത് വന്ന് ഡാൻസ് ചെയ്യാണ്. എല്ലാവരും നല്ല ജോളിയായിട്ട് പോവാണ്. എന്നാൽ ഇപ്പോൾ രമേശിന് ചെറുതായി അസൂയ തുടങ്ങുന്നുണ്ട്. എന്തേ രണ്ടുപേരും ചേർന്ന് ഡാൻസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അസൂയപ്പെടുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ രാമചന്ദ്രൻ നിങ്ങളുടെ നമ്പർ തരാമോ എന്നൊക്കെ ചോദിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലല്ലോ, എന്തിനാണ് നമ്പർ തരുന്നത് എന്ന് ചോദിച്ച് അവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ ഇവർ സംസാരിച്ചത് രമേശിന് തീരെ പിടിക്കുന്നില്ല. നീ എന്തിനാണ് ആവശ്യമില്ലാതെ അവനോട് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. അവൻ ഡ്രിങ്ക് ഓഫർ ചെയ്തപ്പോഴേ ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാണ്, നീയാണ് വാങ്ങാന്ന് പറഞ്ഞത്, സത്യം പറഞ്ഞാൽ നീയാണ് സംസാരിച്ചത് തന്നെ എന്ന് അവളും പറയുന്നു. എന്തൊക്കെയായാലും ഡാൻസ് കളിച്ചത് ഓവറാണെന്ന് അവൻ പറയുന്നു. എന്താ ഇതിൽ എന്തിരിക്കുന്നു എന്നിവർ ചോദിക്കുന്നുണ്ട്. ഇതിൽ ദേഷ്യം വന്ന രമേശ് നിന്റെ ചെലവുകളൊക്കെ ഞാനാണ് നോക്കുന്നത്, മറ്റൊരുത്തൻ്റെ കൂടെ നീ എങ്ങനെ ഡാൻസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യാം, അതുവരെ ചെലവ് ഞാൻ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്റെ കൂടെ ഇരുന്നത്, ഇങ്ങനെയൊന്നും നീ സംസാരിക്കരുത് എന്നവൾ പറയാണ്. ഇപ്പോൾ രണ്ടുപേർക്കിടയിൽ വലിയൊരു തർക്കം വരികയാണ്. ഈ തർക്കത്തിൽ ഇയാൾ ഒരുപാട് മോശം വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൊണ്ട് അവരും ദേഷ്യപ്പെട്ട് കാർ നിർത്താൻ പറയാണ്. അയാളും കാർ നിർത്തി ഇവളെ ഇറക്കി വിട്ടിട്ട് പോകുന്നു. നോക്കുമ്പോൾ അത് ഏത് തരത്തിലുള്ള സ്ഥലമാണെന്ന് വെച്ചാൽ വേശ്യകളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. അയ്യോ ഈ പെൺകുട്ടി ഇവിടെ ഇറങ്ങിയല്ലോ എന്നെല്ലാവരും നോക്കാണ്. ആ വഴി വന്ന റൗഡികൾ ഇവളെ വേണമെന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്യാണ്. ഞാൻ അങ്ങനെയുള്ള സ്ത്രീ അല്ലെന്ന് ഈ പെൺകുട്ടി മനസ്സിലാക്കിക്കുന്നു. മറ്റുള്ളവരും അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ വേണമെങ്കിൽ വാ, ആ പെൺകുട്ടിയെ വിട്ടേക്ക് എന്ന് പറയാണ്. എന്നാൽ അവർ കേൾക്കുന്ന ഭാവമില്ല, അതിക്രമിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് ഹീറോ ഈ വഴി വരുന്നത്. അവൻ അവരുമായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങാണ്. അവർ അടി വാങ്ങി പോകുമ്പോൾ ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്നൊക്കെ വാർണിംഗ് കൊടുത്തിട്ട് അവിടെ നിന്നും പോകുന്നു. വേഗം ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് പോകും എന്ന് മറ്റുള്ളവർ പറയുന്നുണ്ട്. വണ്ടി കയറ് എന്ന് പറഞ്ഞ് ഇയാളും കൂട്ടിക്കൊണ്ട് പോവാണ്. ഒരു ഹോസ്റ്റലിൽ ഇറക്കി വിടാൻ പറയുന്നുണ്ട്. ഇയാൾ ഇറക്കിയും വിടുന്നുണ്ട്. ഇപ്പോൾ ചക്രവർത്തി എന്ന് പറയുന്ന ഒരാളെയാണ് കാണിക്കുന്നത്. ഇയാൾ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് കേട്ടോ. ഒരു വിദേശി ഇയാളോട് ഡീൽ സംസാരിക്കാൻ വന്നിരിക്കുകയാണ്. എന്താ വാതിലിൽ വാച്ച്മാൻ പോലും ഇല്ലല്ലോ, നിങ്ങൾ തനിച്ചാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ CCTV ഉണ്ടല്ലോ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയാണ്. ഇപ്പോൾ ബിസിനസ് സംസാരിക്കാമെന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുകയാണ്. സത്യത്തിൽ ഈ ചക്രവർത്തിക്ക് ഒരുപാട് ഹോട്ടലുകളുണ്ട്. ആ ഹോട്ടലുകളിലൊക്കെ സീക്രട്ട് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ ആര് വന്ന് ഒന്നിച്ചാലും ഇയാൾ വീഡിയോ എടുക്കും. അവർ ഒന്നിക്കാനുള്ള സിറ്റുവേഷൻ ഇയാൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് വീഡിയോ എടുക്കും. ഈ വീഡിയോ വഴി നിനക്ക് വിദേശത്ത് ഒരുപാട് സമ്പാദിക്കാം, വിദേശത്ത് കാണുന്നത് ഇവിടെ അത്ര റീച്ച് ആകാൻ സാധ്യതയില്ല, പ്രശ്നവും വരില്ല, എനിക്ക് ഇത്ര കാശ് തന്നാൽ നിനക്ക് ഞാൻ വീഡിയോസ് അപ്പോൾ തന്നുകൊണ്ടിരിക്കാം എന്ന് പറയുന്നു. ഈ വിദേശിക്കും ഈ ഡീൽ ഇഷ്ടപ്പെടുകയാണ്. ശരി ഓക്കെ എന്നൊക്കെ സമ്മതിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഈ ചക്രവർത്തിക്ക് ഒരു ലാപ്ടോപ്പ് ഉണ്ട്. അതിലാണ് എല്ലാ ഡാറ്റയും സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ഇയാൾ അവരോട് പറയുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട്സിനെ കാണിക്കുന്നു. ഫ്രണ്ട്സിനോടൊപ്പമാണ് ഇയാൾ താമസിക്കുന്നത്. ഇയാൾക്ക് സ്വന്തമായിട്ട് ആരുമില്ല. ഇയാൾ രാത്രി ഡ്രോപ്പ് ചെയ്ത പെൺകുട്ടിയുടെ ഫോട്ടോ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓഫീസിൽ നിന്ന് ഒരു പ്രമോഷൻ വരാൻ പോവാണ്. യോഗിയെ സംബന്ധിച്ച് നമുക്കാണ് പ്രമോഷൻ കിട്ടുക എന്നൊക്കെ വിചാരിക്കുകയാണ്. എന്നാൽ യോഗിയുടെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് വന്നിരുന്നു. ലാപ്ടോപ്പുകളൊക്കെ മോഷ്ടിക്കുന്നു എന്നൊരു കംപ്ലൈൻറ്റ് വന്നിരുന്നു. അതുകൊണ്ട് യോഗിക്ക് കിട്ടാതെ നമ്മുടെ ഹീറോയ്ക്ക് പ്രൊമോഷൻ കിട്ടുകയാണ്. ഇതിൽ യോഗി വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്തത് ഇവൻ തന്നെ ആയിരിക്കും, ഇപ്പോൾ എൻ്റെ പോസ്റ്റ് ഇവൻ തട്ടിയെടുത്തു എന്നൊക്കെ യോഗി വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. ഹീറോയ്ക്ക് പ്രൊമോഷൻ കിട്ടിയതിന് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഉള്ളിൽ ഹീറോയെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ഇപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് ഈ ജാനകി ഒരു സ്ഥലത്തുള്ളതായി നമ്മളെ കാണിക്കുന്നുണ്ട്. ജാനകി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഇവരോട് സംസാരിക്കാൻ വീണ്ടും രമേശ് വരുന്നുണ്ട്. ഞാൻ രാത്രി സംസാരിച്ചത് തെറ്റാണ്, സോറി എന്നൊക്കെ വന്ന് പറയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത് എന്നവൻ പറയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല, എനിക്ക് നിന്നെ ഒരു ഫ്രണ്ടായി മാത്രമേ ഇഷ്ടമുള്ളൂ, ലവറായിട്ടൊന്നും ഇഷ്ടമില്ല എന്നിവർ പറയുന്നു. ഇവനത് കേൾക്കാതെ ദേഷ്യപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ. ഇതിൽ കലിപ്പായ അവർ ഇതിനുശേഷം എൻ്റെ മുഖത്ത് തന്നെ നോക്കരുതെന്ന് പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് പോവാണ്. ഇവർ പോകാൻ വാതിലിനടുത്ത് വരുമ്പോൾ ഹീറോ അവിചാരിതമായി അവിടെ വരികയാണ്. എന്നാൽ ഇതും രമേശ് തെറ്റായി സംസാരിക്കുന്നുണ്ട്. ഓഹോ ഇവനെ ഓക്കെ ആക്കിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് രാത്രി പ്രശ്നം ഉണ്ടാക്കിയവർ ആസിഡ് ഒഴിക്കാൻ വരുന്നത്. ആസിഡ് ഒഴിക്കാൻ നോക്കുമ്പോൾ ഹീറോ പെട്ടെന്ന് തടഞ്ഞ് രക്ഷിക്കുന്നു. അയാളുടെ ബാഗിലാണ് ആസിഡൊക്കെ വീഴുന്നത്. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ജാനകിയെ നോക്കി ചോദിക്കുകയാണ്. ജാനകിയും ഓക്കെ എന്ന് പറയുന്നുണ്ട്. എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ പ്രപ്പോസ് ചെയ്യാണ്. എന്നാൽ അടുത്തുള്ള രമേശ് ഇവനെ ഒന്നും കല്യാണം കഴിക്കരുത്, വലിയ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യും എന്നൊക്കെ പറയാണ്. എന്നാൽ ഇവർക്ക് തോന്നുന്നത് സ്വന്തം ജീവൻ കൊടുത്ത് എന്നെ രക്ഷിക്കാൻ തയ്യാറായവൻ ഇവനെ കല്യാണം കഴിച്ചാൽ എന്താ എന്നാണ്. ആസിഡ് ഒഴിക്കാൻ വരുമ്പോൾ നീ പേടിച്ചു മാറി, അവനാണ് എന്നെ രക്ഷിക്കാൻ നോക്കിയത്, ഞാൻ അവനെ തന്നെ കല്യാണം കഴിക്കാൻ പോവാണ് എന്ന് ജാനകി പറയുന്നു.
അങ്ങനെ രണ്ടുപേർക്കും ഫ്രണ്ട്സൊക്കെ ചേർന്ന് കല്യാണം നടത്തി കൊടുക്കുന്നു. ഇവർ സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് കരുതി ഒരു ഹോട്ടലിൽ റൂമൊക്കെ ബുക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ചക്രവർത്തിയുടെ പേരിൽ ഒരുപാട് ഹോട്ടലുകളുണ്ടല്ലോ, അതിലൊരു ഹോട്ടലിലാണ് ഇവർ രണ്ടുപേരും റൊമാൻസ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ഒന്നാകുന്നത് അവൻ ക്യാപ്ചറൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. അവർക്ക് സ്പെഷ്യലായിട്ട് ട്രീറ്റ് തരാമെന്ന് പറഞ്ഞ് അവൻ നേരിട്ട് വന്ന് അവർക്ക് കേക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് ഹോട്ടലിൽ വരുന്ന കപ്പിൾസിന് ഞാനിങ്ങനെ നേരിട്ട് വന്ന് കേക്കൊക്കെ കൊടുക്കും എന്നവൻ പറയുന്നുണ്ട്. അവരും നല്ല കാര്യം എന്ന് പറഞ്ഞ് ഒരുമിച്ച് കഴിക്കുകയാണ്. ഇവർക്കിടയിൽ കല്യാണം വളരെ വേഗത്തിൽ കഴിഞ്ഞല്ലോ. എന്ത് കണ്ടിട്ടാണ് എന്നെ ഇഷ്ടപ്പെട്ടത്? ലുക്ക് കണ്ടിട്ടാണോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. ലുക്ക് കണ്ടിട്ടല്ല നിന്നെ ഇഷ്ടപ്പെട്ടത്, നിന്റെ മനസ്സ് വളരെ നല്ലതാണ് എന്നൊക്കെ ഇയാൾ നേരത്തെ കണ്ട കാര്യം പറയുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇയാൾ ടാക്സിക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ പാവപ്പെട്ട കുട്ടികൾക്ക് ഇവർ വാരി കൊടുത്തല്ലോ. ഒരുപാട് പേര് വാങ്ങിച്ചു കൊടുക്കും, എന്നാൽ വാരി കൊടുക്കാറില്ല. അതിൽ നിന്ന് തന്നെ നിന്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കി എന്നൊക്കെ പറയുന്നു. ശരി, നിന്നെക്കുറിച്ച് പറ എന്നൊക്കെ പറഞ്ഞ് അവൾ ചോദിക്കുന്നുണ്ട്. ഇയാളെക്കുറിച്ച് ഒരു സങ്കടകരമായ കാര്യം ഇയാൾ പറയുന്നു. സത്യത്തിൽ ഇയാളുടെ ഫാമിലി ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. ഒരു അനാഥാലയത്തിലാണ് ഇയാൾ വളർന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് കുട്ടികളെ അനാഥാലയത്തിൽ സ്വന്തം ചെലവിൽ നോക്കുന്നത്. ഇയാൾ അനാഥാലയത്തിലിരിക്കുമ്പോൾ ഒരു ചേട്ടനെ വലിയ ഇഷ്ടമായിരുന്നു. ആ ചേട്ടൻ അനാഥാലയം നടത്താൻ ഫണ്ട് വാങ്ങാൻ പോയപ്പോൾ ആ കാശ് മോഷ്ടിക്കാൻ ശ്രമിച്ചവരിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. അതാണ് എനിക്ക് വലിയ സങ്കടം തന്നത്. 6 മാസം ഞാൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അതിനുശേഷമായിട്ടാണ് നോർമൽ ലൈഫിലേക്ക് വന്നത് എന്നൊക്കെ പറയാണ്. ഇപ്പോഴാണ് MLA മകളെക്കുറിച്ച് അറിയുന്നത്. അതായത് രമേശിൻ്റെ കൂടെ മകൾ പോയെങ്കിലും ഇപ്പോൾ വേറൊരാളെ കല്യാണം കഴിച്ചിരിക്കുന്നു എന്നറിയുന്നു. എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ചവനിൽ നിന്ന് പിരിച്ച് എൻ്റെ മകളെ വീട്ടിൽ കൊണ്ടുവരണം, ആ മിനിസ്റ്റർക്ക് തന്നെ കെട്ടിച്ചു കൊടുക്കണം എന്നൊക്കെ അയാൾ പറയാണ്. ഇവർ MLAയുടെ മകളാണെന്ന് ഹീറോ പറഞ്ഞിരുന്നു. ഹീറോ അത് കേട്ട് ഞെട്ടുകയാണ്. ഇപ്പോൾ ഹീറോ ഫ്രണ്ട്സിനോട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്ത്, MLAയുടെ മകളെയാണോ കല്യാണം കഴിച്ചത്? അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയില്ല, ഇനി നിങ്ങൾ സൂക്ഷിക്കണം എന്നവർ പറയുന്നു. ഇവർക്ക് സേഫ് ആയിരിക്കാൻ ഒരു നല്ല വീട്ടിലേക്ക് പോകണമല്ലോ, അതിന് ഒരുപാട് കാശ് ആവശ്യമുണ്ട്. ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. യോഗി ഒരാളുടെ അടുത്ത് കൊണ്ടുപോയി പലിശയ്ക്ക് ഒരുപാട് കാശൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. കാശ് വാങ്ങി നമ്മുടെ ഹീറോ പോകുന്നുണ്ട്. എന്നാൽ യോഗി പോകാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇവൻ വലിയ കഷ്ടത്തിലാണ്. ഈ കാശൊന്നും അവൻ തിരിച്ചു തരില്ല. അവൻ തരാതിരിക്കുമ്പോൾ നീ മനഃപൂർവ്വം അവനോട് പ്രശ്നം ഉണ്ടാക്കണം. ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് യോഗി പറയുന്നു. കാരണം യോഗിക്ക് കിട്ടാത്ത പ്രൊമോഷൻ ഹീറോയ്ക്ക് കിട്ടിയല്ലോ. അതുകൊണ്ട് ഹീറോയെ മനഃപൂർവ്വം കടത്തിൽ കൊടുക്കാനാണ് ഇങ്ങനെ ചെയ്തത്. ആ മിനിസ്റ്റർ ആണെങ്കിൽ എപ്പോഴാണ് ജാനകി എനിക്ക് കെട്ടിച്ചേരാ എന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മകൾ എവിടെയാണെന്ന് അറിയുന്നില്ലല്ലോ, മകളെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് MLA പൊലമ്പിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇയാൾ വൈഫിനെ കൊല്ലുമ്പോൾ ഒരുത്തൻ കണ്ടിരുന്നല്ലോ. അവൻ ബിസിനസ് ചെയ്യാൻ കാശ് തരാമെന്ന് പറഞ്ഞല്ലോ. അത് തന്നാൽ ഞാൻ പൊക്കോളാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനെ കൊന്ന കാര്യം ഞാൻ പുറത്തു പറയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ്. ഓഹോ, എന്നെ തന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് ദേഷ്യപ്പെട്ട ഇയാൾ കുറച്ച് മുന്നോട്ട് വാ എന്ന് പറഞ്ഞ് പെട്ടെന്ന് മലമുകളിൽ നിന്ന് അവനെ താഴേക്ക് തള്ളിയിടുന്നു. നമ്മൾ ചക്രവർത്തി എന്ന് പറയുന്ന ഒരാളെ കാണിച്ചല്ലോ. അയാളെ ഇറക്കിയ ഡ്രൈവർ കാർ എടുത്ത് അടുത്തുള്ള ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലേക്ക് വന്നിരിക്കുകയാണ്. അതെ, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലേക്കാണ് നമ്മുടെ ഹീറോയും ഹീറോയിനും വന്നത്. അതേ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിലേക്ക് യോഗിയും വന്നിട്ടുണ്ട്. യോഗിയാണെങ്കിൽ ലാപ്ടോപ്പുകളൊക്കെ കുറച്ച് മോഷ്ടിക്കും. അതുപോലെ ചക്രവർത്തിയുടെ കാർ തുറന്ന് ഉള്ളിലെ ലാപ്ടോപ്പ് അവൻ എടുക്കുകയാണ്. ആ ചക്രവർത്തി ഒരുപാട് സെക്യൂരിറ്റി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ആരാണ് എൻ്റെ ലാപ്ടോപ്പ് എടുത്ത്? മര്യാദയ്ക്ക് എൻ്റെ ലാപ്ടോപ്പ് തിരികെ വെക്കും, ഇല്ലെങ്കിൽ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് വാണിംഗ് കൊടുക്കുന്നു. അയ്യോ, ഇവൻ്റെ ലാപ്ടോപ്പ് ഒന്നും ചെയ്യാൻ കഴിയില്ല, അതുപോലെ നമുക്കും പ്രശ്നം വരരുത്. എന്ത് ചെയ്യും? ഹീറോ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഹീറോയുടെ കാറിൽ വെക്കാമെന്ന് കരുതി അവൻ ഹീറോയുടെ കാറിൽ വെക്കുകയാണ്. ഹീറോയ്ക്ക് അതൊന്നും അറിയില്ലല്ലോ. വൈഫിനെയും കൂട്ടി പോകാൻ തുടങ്ങുകയാണ്. അതേപോലെ ചക്രവർത്തി തൻ്റെ ഡ്രൈവറെ വഴക്ക് പറയാണ്. നീ എന്തിനാണ് കാർ ആ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിലൊക്കെ കൊണ്ടുപോയത് എന്ന് പറഞ്ഞ് അവനെ ക്രൂരമായി ചീത്ത വിളിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോ പുതിയൊരു അപ്പാർട്ട്മെന്റ് എടുത്തിരിക്കുകയാണ്. ആ അപ്പാർട്ട്മെന്റിലേക്ക് വൈഫ് ഒത്ത് വന്നിരിക്കുകയാണ്. വൈഫിന് നാളെ ബർത്ത്ഡേ ആണ്, അത് ആഘോഷിക്കണം എന്ന തീരുമാനത്തിലാണ് വന്നത്. രമേശ് ഇവർ രണ്ടുപേരും എവിടെയാണോ താമസിക്കുന്നത് എന്നൊരു നോട്ടം നോക്കുന്നുണ്ട്. വൈഫ് ഉറങ്ങാൻ പോയി. ഇപ്പോൾ ഹീറോ പുറത്തു പോകാൻ നോക്കുമ്പോൾ ലാപ്ടോപ്പിൽ നിന്ന് വോയിസ് വരുന്നു. ഞാൻ ആരാണെന്ന് നിനക്ക് നേരത്തെ അറിയാം, ഈ ഹോട്ടലിന്റെ ഹെഡാണ് സംസാരിക്കുന്നത് എന്ന് ചക്രവർത്തി പറയുന്നു. നിങ്ങളുടെ ലാപ്ടോപ്പ് എങ്ങനെ സാർ ഇവിടെ വന്നു എന്ന് ചോദിക്കുമ്പോൾ മോഷ്ടിച്ചവൻ അത് നിന്റെ വണ്ടി വെച്ചതാണ്, അതെടുത്ത് തിരിച്ചു തരാമോ എന്ന് ചോദിക്കുകയാണ്. ഇയാളും ശരിയെന്ന് സമ്മതിക്കുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഇയാൾക്ക് പോകാൻ കഴിയില്ലല്ലോ, അത് വൈഫിനോട് പറയാമെന്ന് കരുതുകയാണ്. ഞാൻ വരാൻ ലേറ്റ് ആവും, നീ കിടന്നുറങ്ങിക്കോ എന്നൊക്കെ പറയാണ്. ശരി, ഓക്കെ എന്ന് വൈഫും സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ചക്രവർത്തിയുടെ വീട്ടിൽ വന്ന് ലാപ്ടോപ്പ് കൊടുക്കുകയാണ്. ഇപ്പോൾ ചക്രവർത്തി ഒരുപാട് കാശൊക്കെ കൊടുക്കുന്നുണ്ട്. സാർ, ഇതിനൊക്കെ എന്തിനാണ് സാർ കാശ് തരുന്നത് എന്ന് പറഞ്ഞ ഹീറോ കാശ് വാങ്ങാതെ പോകുന്നു. അങ്ങനെ പോകുന്ന ഹീറോ താക്കോല് മറന്നു വയ്ക്കുകയാണ്. ശരി, താക്കോല് പോയി എടുക്കാമെന്ന് കരുതി അത് എടുക്കാൻ വേണ്ടി വരികയാണ്. ഈ സമയം ചക്രവർത്തി ഹോട്ടൽ മാനേജറോട് സംസാരിക്കുന്നു. ഈ റൂമിലിരിക്കുന്ന കപ്പിൾസ് ഉറങ്ങാൻ പോയി, അവർ ഉറങ്ങാൻ പാടില്ല, അവർക്ക് ഫ്രീ ഡ്രിങ്ക് ഓഫർ ചെയ്യേ എന്ന് പറയുന്നു. ശരി, ഓക്കെ എന്ന് മാനേജറും സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ ഹീറോ താക്കോൽ എടുക്കാൻ വരുമ്പോൾ അവിടെ ഓടിക്കൊണ്ടിരുന്ന വീഡിയോ കണ്ട് ചെറുതായി ഞെട്ടാണ്. അവിടെ എന്ത് നോക്കുകയാണെന്ന് ചോദിച്ച് പെട്ടെന്ന് ഇയാൾ ലാപ്ടോപ്പ് അടച്ച് ഹീറോയെ പറഞ്ഞയക്കുന്നു. എന്തോ പന്തികേടുണ്ടെന്ന് ഹീറോ ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്നും പോവാണ്. ഇപ്പോൾ ഹീറോ ഇയാളുടെ വീട്ടിലെത്താണ്. അവിചാരിതമായി ന്യൂസ് നോക്കുമ്പോൾ അതിലൊരു കാര്യം കാണുന്നുണ്ട്. വിദേശത്തുള്ള സൈറ്റിൽ പോൺ വീഡിയോകൾ ലീക്ക് ആവുന്നുണ്ട്.
അതിൽ തമിഴ്നാട്ടിൽ നിന്നുള്ളവരുടെയും ലീക്കായിട്ടുണ്ട്. അവർ ആത്മഹത്യ ചെയ്ത് മരിച്ചുപോയി എന്നൊക്കെ ന്യൂസ് കാണും. ഞാൻ കണ്ടതും അതുപോലെ ഒന്നായിരുന്നല്ലോ, ഒരുപക്ഷെ ചക്രവർത്തിയാണ് ഇതിന് പിന്നിൽ എന്നയാൾ ചിന്തിക്കുകയാണ്. കാരണം ചക്രവർത്തിയെ സംബന്ധിച്ച് എൻ്റെ ഹോട്ടലിൽ വരുന്ന എല്ലാവരെ കുറിച്ചും എനിക്ക് മുഴുവനായി അറിയാം എന്ന് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഇത് മീൻ ചെയ്താണോ പറഞ്ഞത് എന്നൊക്കെ അയാൾ ചിന്തിച്ചു നോക്കുകയാണ്. നമ്മളും വൈഫും ഒത്ത് അവിടെ ഒന്നായിരുന്നല്ലോ, അതും ക്യാപ്ചർ ആയിട്ടുണ്ടാവുമോ എന്നയാൾക്ക് ഭയം വരുന്നു. ഇതുകൂടാതെ കുറച്ചു നേരം മുമ്പ് 303 റൂം നമ്പറിലേക്ക് ഡ്രിങ്ക് ഓഫർ ചെയ്യ് എന്നൊക്കെ അവൻ സംസാരിച്ചിരുന്നു. ആ റൂമിലുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഇവൻ ക്യാപ്ചർ ചെയ്യാൻ പോകുന്നത് എന്ന് ഇയാൾക്ക് ഡൗട്ട് വരികയാണ്. ഇയാൾ ആ കപ്പിൾസിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നൊക്കെ ചിന്തിക്കുകയാണ്. ഇപ്പോൾ അവിടെയുള്ള മാനേജറെ കോൾ ചെയ്യുന്നു. 303 എൻ്റെ ഫ്രണ്ട്സാണ്, കോൾ ചെയ്താൽ എടുക്കുന്നില്ല, ഒന്ന് കണക്ട് ചെയ്യാമോ എന്ന് പറഞ്ഞ് ആ കപ്പിൾസിനെ ലൈനിൽ കൊണ്ടുവരുന്നു. നിങ്ങൾ ആ റൂമിലല്ലേ ഉള്ളത്, ഇപ്പോഴല്ലേ ഡ്രിങ്ക്സ് തന്നത്, നിങ്ങളെ ആരോ രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ട്, നിങ്ങളൊന്നും ചെയ്യരുത് എന്ന് ഇയാൾ പറയുന്നു. എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചിട്ട് അവർ രണ്ടുപേരും ഞെട്ടിപ്പോവാണ്. ഇതിനു മുൻപും അവരൊരു തവണ ഒന്നിച്ചിട്ടുണ്ട്, നമ്മൾ ഒന്നിച്ചത് ആരോ വീഡിയോ എടുത്തു പോലും, ഈ സ്ഥലത്ത് ക്യാമറയുണ്ട് എന്നവർ സംസാരിക്കുന്നു. ഇവർക്ക് എങ്ങനെ ഇതെല്ലാം മനസ്സിലായി എന്ന് ചക്രവർത്തി ഞെട്ടുകയാണ്. ഇപ്പോൾ അവൻ പോകാൻ നോക്കുമ്പോൾ ചക്രവർത്തി നേരിട്ട് സംസാരിക്കുന്നു. നീ പോവാൻ തീരുമാനിക്കുകയാണോ? ഞാൻ നേരത്തെ തന്നെ നിങ്ങളുടെ വീഡിയോ എടുത്തു, അതൊക്കെ ലീക്ക് ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഇവർക്കും വീഡിയോ ലീക്കായാൽ എന്താവുമെന്നൊക്കെ ഓർത്ത് ഭയമാവുന്നുണ്ട്. രണ്ടുപേരും കപ്പിൾസ് പോലും അല്ല, വീട്ടുകാരറിയാതെയാണ് ഇങ്ങനെ ചെയ്തത്. പ്രശ്നമാവാൻ പോവാണ്, നമുക്ക് ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞ് അവരവിടെ വെച്ച് ആത്മഹത്യ ചെയ്ത് മരിക്കുന്നു. അതേസമയം രമേശ് നമ്മുടെ ഹീറോയിനെ കാണാൻ റൂമിൻ്റെ അടുത്തേക്ക് വരികയാണ്. അവൻ എന്ത് ചെയ്യാൻ പോകുന്നതൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ പ്രസന്റിൽ ഒരു ഇൻസ്പെക്ടറാണ് ഹീറോയെ ലോക്ക് ചെയ്തിരുത്തിരിക്കുന്നത്. ഇപ്പോൾ MLA എന്താണ് അവനെ വെച്ച് ചെയ്യുന്നത്, വേഗം അവനെ ജയിലിലേക്ക് അയക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് പ്രഷർ കൊടുക്കുന്നു. അപ്പോഴാണ് മലമുകളിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ബോഡി കിട്ടിയെന്ന വിവരം ലഭിക്കുന്നത്. ആ പെൺകുട്ടിയുടെ കഴുത്തിൽ ഒരു ചെയിൻ ഉള്ളതായി പറയുന്നു. ആ ചെയിൻ ഹീറോയുടെ വൈഫിൻ്റെതുമായി മാച്ച് ആവുന്നുണ്ട്. ഉടനെ ആ സ്ഥലത്തേക്ക് ഹീറോയെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഹീറോയുടെ ഇൻസ്പെക്ടർ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. ഹീറോ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഹീറോയിനും ഹീറോയെക്കുറിച്ചും ഒരുപാട് കംപ്ലയിൻറ്റ്സ് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ രാത്രി 12 മണിക്ക് വിഷ് ചെയ്യാൻ പോലും ഇവൻ വന്നില്ല, രാവിലെയാണ് വീട്ടിൽ വന്നത്. അങ്ങനെ രാവിലെ വന്നവൻ വീണ്ടും ഇറങ്ങിപ്പോയി, എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു. വർക്ക് പ്രഷർ കാരണമാണ് അങ്ങനെ ചെയ്യാൻ കഴിയാത്തത്, സോറി എന്നൊക്കെ പറഞ്ഞ അയാൾ പറയുന്നുണ്ട്. ഇപ്പോൾ കേക്ക് പോലും മര്യാദയ്ക്ക് വാരി കൊടുക്കാതെ നിൽക്കുകയാണ്. ഇതാലോചിച്ച് ഇവർ സങ്കടപ്പെടുന്നു. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ കടം കൊടുത്തവർ ആ സ്ഥലത്തേക്ക് വരാണ്. ഇയാൾ അവസാനത്തെ 2 മാസമായി പലിശ കൃത്യമായി അടയ്ക്കുന്നില്ല, എപ്പോഴാണ് പലിശ തിരികെ തരാ എന്ന് ചോദിച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. യോഗിക്കും ഇപ്പോൾ പ്രശ്നം വേണ്ടെന്ന് ശരിക്കും തോന്നുന്നു. ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കാതെ പോ എന്നൊക്കെ പറയാണ്. എന്താ യോഗി നല്ലവനെ പോലെ സംസാരിക്കുന്നത്, നീ തന്നെയല്ലേ പ്രശ്നം ഉണ്ടാക്കാൻ പറഞ്ഞത്, ഇപ്പോൾ എനിക്ക് അവസരം കിട്ടുമ്പോൾ ഞാൻ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കും, എനിക്ക് എൻ്റെ കാശ് തീർച്ചയായിട്ടും വേണം എന്നയാൾ പറയുന്നു. അപ്പോൾ യോഗി നേരത്തെ പ്രശ്നം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നു. ഇപ്പോൾ ഹീറോയുടെ കയ്യിൽ അത്ര കാശില്ല, എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ ഫോണിൽ സംസാരിക്കുന്ന ജാനകിയുടെ ഫ്രണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇവർ പ്രോബ്ലം പറഞ്ഞു. കുറച്ച് സമയത്തിനകം ആ ജാനകിയുടെ ഫ്രണ്ട് രമേശിനെയും കൂട്ടി ആ സ്ഥലത്തേക്ക് വരുന്നു. രമേശ് ആ കാശൊക്കെ ആ സ്ഥലത്ത് വെച്ച് സെറ്റിൽ ചെയ്യുന്നുണ്ട്. നിന്റെ കാശ് കിട്ടിയല്ലോ, ഇനി പൊക്കോ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയക്കുന്നു. എൻ്റെ കാശ് കിട്ടി, ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവനും പോവാണ്. ഇപ്പോൾ രമേശ് താൻ ഹെൽപ്പ് ചെയ്ത കാര്യം എടുത്തു കാണിച്ച് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. നീ എന്തിനാണ് രമേശിനോട് ഹെൽപ്പ് ചോദിച്ചത് എന്ന് പറഞ്ഞ് ഹീറോ ദേഷ്യപ്പെട്ട് അവളുടെ കർണത്ത് തന്നെ അടിക്കുന്നു. എന്നെ നീ അടിച്ചല്ലേ, നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അവളും പറഞ്ഞിട്ട് ഉറങ്ങാൻ പോകുന്നു. ഇപ്പോൾ എല്ലാവരും ഹീറോയ്ക്ക് സമാധാനം പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ഹീറോയും വെറുതെ അടിച്ചല്ലോ എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെടുകയാണ്. ഇപ്പോൾ ഹീറോയുടെ ബോസ് ഹീറോയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പോവാണെന്ന് പറയാണ്. എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ നീ 6 മാസം മെൻ്റൽ ഹോസ്പിറ്റലായിരുന്നു, അതൊക്കെ നീ മറച്ചു വെച്ചത് തെറ്റല്ലേ, അതുകൊണ്ടാണ് നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് എന്ന് പറയാണ്. ഇതെല്ലാം പെട്ടെന്ന് ഇവർക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ഹീറോയെ ഞെട്ടിപ്പോവാണ്. നമ്മുടെ ഹീറോ ഇതാരോടും പറഞ്ഞിട്ടില്ല, ജാനകിയോട് മാത്രമേ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ജാനകി ദേഷ്യത്തിൽ ഇത് പറഞ്ഞു പോയിട്ടുണ്ടാവും എന്ന് കരുതി ജാനകിയോട് ഭയങ്കര ദേഷ്യം തോന്നാണ്. എന്നാൽ സത്യത്തിൽ എന്തായിരിക്കും നടന്നതെന്ന് അറിയാമോ? ജാനകിയുടെ അച്ഛൻ ഹീറോയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ വിവരം മനസ്സിലായി. ഈ കാര്യം പറഞ്ഞ് ഹീറോയെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ജാനകിയുടെ അച്ഛനായ MLA ആണ് ഇത് ചെയ്തത്. അതിന് ഇയാൾ ജാനകിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ആവശ്യമില്ലാതെ നമ്മളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണല്ലോ എന്നൊക്കെ കരുതി ഒരു വശത്ത് ജാനകി വല്ലാതെ സങ്കടപ്പെടുകയാണ്. ഹീറോയെ സംബന്ധിച്ചാണെങ്കിൽ അനാഥാലയത്തിൽ ഒരുപാട് കുട്ടികളെ നോക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ കാശില്ലാതെ വന്നതുകൊണ്ട് ആ കുട്ടികളെ നോക്കാൻ കഴിയുന്നില്ല, ആ കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഇയാൾ ചിന്തിക്കുകയാണ്. ഈ സമയത്താണ് രമേശ് ഒരു ഓഫർ നൽകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നിനക്ക് വേണ്ട കാശ് ഞാൻ തരാം, എന്നാൽ ജാനകിയുടെ ജീവിതത്തിൽ നിന്ന് നീ എന്നേക്കുമായി പോകണം എന്നവൻ പറയുന്നു. ഇയാൾ കുട്ടികളെ ആദ്യം സേഫ് ആക്കണം, അതിനായി ഈ ഓഫർ സ്വീകരിക്കാം എന്നയാൾ ചിന്തിക്കുന്നു. നമുക്ക് ഡൈവോഴ്സ് ചെയ്യാം എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലും കൊടുത്തിട്ട് പോവാണ്. അവളും ഇതാലോചിച്ച് വളരെ സങ്കടപ്പെടുന്നു. അവൾക്ക് മേക്കപ്പ് ചെയ്യുന്നതാണല്ലോ ജോലി. രമേശിന്റെ ബന്ധുവായ ഒരു പെൺകുട്ടിക്ക് കൊടൈക്കനാലിൽ വെച്ച് കല്യാണം നടക്കുന്നുണ്ട്, അവിടെ വരാമോ, കാശ് കിട്ടും എന്ന് ഫ്രണ്ട് പറയുന്നുണ്ട്. ശരി, അവിടെയും പോവാന്ന് പറഞ്ഞ് അവളും ഡീല് സമ്മതിക്കുന്നു. അതേസമയം ഹീറോ ഉപേക്ഷിച്ച് പോയതാലോചിച്ച് ഭയങ്കരമായി സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ തല കറക്കം വരികയാണ്, പെട്ടെന്ന് താഴെ വീഴാണ്. ജാനകിയെ പിരിഞ്ഞതാലോചിച്ച ഹീറോ ഒരു വശത്ത് സങ്കടപ്പെടുന്നു. അപ്പോഴാണ് ജാനകിയിൽ നിന്ന് മെസ്സേജ് വരുന്നത്.
ഞാൻ കൊടൈക്കനാലിലുണ്ട്, ഒരു ഫംഗ്ഷന് വേണ്ടി വന്നതാണ്, നിന്നോട് സംസാരിക്കണം, എന്നെ വന്ന് കാണ് എന്നൊക്കെ പറയാണ്. ഞാനൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇയാൾ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് പോവാണ്. ഇപ്പോൾ അവൾ അവിടെ മേക്കപ്പ് ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രമേശ് പ്ലാൻ ചെയ്തിട്ടാണ് അവളെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്. എങ്ങനെയെങ്കിലും സംസാരിച്ച് വീണ്ടും നമുക്ക് ഒന്നിക്കാം എന്നൊരു പ്ലാനോടെയാണ് കൊണ്ടുവന്നത്. ആ പെൺകുട്ടിക്കുള്ള മേക്കപ്പ് ഒക്കെ അവൾ ചെയ്ത് കഴിഞ്ഞു. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക്, ഞാൻ അടുത്തുള്ള സ്ഥലത്തിരിക്കാം എന്ന് പറഞ്ഞ് അവൾ ഇരിക്കുകയാണ്. അങ്ങനെ അവൾ ഇരിക്കുമ്പോൾ രമേശ് വരുന്നു. നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോണ്ടാക്ട് ശരിയാക്കി തന്നത്, നമുക്ക് രണ്ടുപേർക്കും ഒന്നിക്കാം എന്ന് പറയുന്നു. എന്നാൽ ഇവർ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ വരികയാണ്. എൻ്റെ വൈഫിൻ്റെ പുറകെ നീ എന്തിനാണ് നടക്കുന്നത് എന്ന് ചോദിച്ച് രമേശുമായി ഫൈറ്റ് ചെയ്യുന്നു. ഇപ്പോൾ അവർക്കിടയിൽ വലിയൊരു ഫൈറ്റ് നടക്കുകയാണ്. അപ്പോൾ രമേശ് പറയുന്നുണ്ട്, നീ നല്ലവനെ പോലെ സംസാരിക്കരുത്, ഇവളെ ഉപേക്ഷിച്ച് പോകാമെന്ന് പറഞ്ഞല്ലേ നീ എന്നിൽ നിന്ന് ഒരുപാട് കാശ് വാങ്ങിയത്, ഡൈവോഴ്സ് കൊടുക്കാനും സമ്മതിച്ചു, ഇപ്പം നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇതിൽ ഹസ്ബൻഡ് കാശിന് വേണ്ടിയിട്ടാണ് ഡൈവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന കാര്യം ജാനകിക്ക് മനസ്സിലാവുന്നു. അവൻ പറയുന്നത് സത്യമാണോ എന്നിവർ ചോദിക്കുകയാണ്. ഇയാളും സത്യമാണ്, പക്ഷെ കാര്യം വേറെയാണ് എന്ന് പറയാൻ വരികയാണ്. നീ ഒരു കാരണവും പറയണ്ട, ഇനി എൻ്റെ മുഖത്ത് തന്നെ നോക്കരുത് എന്ന് പറഞ്ഞ് വേഗത്തിൽ അവളുടെ റൂമിലേക്ക് പോകുന്നു. രാത്രി വഴക്കുണ്ടായതായി തുടക്കത്തിൽ കാണിച്ചല്ലോ, ഈ വഴക്കാണ് കാണിച്ചത്. ഇതുവരെയുള്ള കാര്യങ്ങളാണ് ഇൻസ്പെക്ടറോട് ഇയാൾ പറഞ്ഞത്. അപ്പോഴേക്കും അവർ സ്പോട്ടിൽ വരികയാണ്. സത്യത്തിൽ മലമുകളിൽ നിന്ന് ഒരു ബോഡി വീണെടുക്കുന്നത് കിട്ടിയല്ലോ, ആ ബോഡിയെ ഹീറോ കാണിക്കുന്നു. സത്യത്തിൽ ചെയിൻ വൈഫിന്റെ ചെയിൻ തന്നെയാണ്, എന്നാൽ വൈഫ് അല്ല എന്ന് ഇയാൾക്ക് മനസ്സിലാവുന്നു. കാരണം വൈഫിന്റെ കയ്യിൽ ഒരു ടാറ്റു ഉണ്ട്, ആ ടാറ്റു ഇതിലില്ല, ഇതെന്റെ വൈഫല്ല എന്നൊക്കെ ഇയാൾ പറയാണ്. എൻ്റെ വൈഫ് ജാനകിയുടെ അച്ഛൻ MLA ആണ്, ആ MLA ആണ് എൻ്റെ വൈഫിനെ എന്തോ ചെയ്തത്, എൻ്റെ വൈഫിനെ കണ്ടുപിടിക്കുക എന്ന് മീഡിയയുടെ മുന്നിൽ വെച്ച് ഇയാൾ ഉറക്കെ സംസാരിക്കുന്നു. ഇപ്പോൾ മീഡിയയും ഇതിനെക്കുറിച്ച് ഇൻസ്പെക്ടറോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, വേഗത്തിൽ കണ്ടുപിടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴാണ് MLA കുറിച്ച് വേറൊരു കുറ്റാരോപണം വരുന്നത്. അതായത് MLA ഒരു ഡ്രൈവറെ തള്ളിയിട്ടല്ലോ, അത് MLAയുടെ PA കണ്ടിരുന്നു. കാണുക മാത്രമല്ല, ഒരു വീഡിയോയും എടുത്തിരുന്നു. MLA ആ ഡ്രൈവറെ കൊന്നു, MLA അദ്ദേഹത്തിന്റെ വൈഫിനെയും കൊന്നു. ആ കാര്യം വെച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഡ്രൈവറെയും കൊന്നത് എന്നൊക്കെ അയാൾ പറയുന്നു. അപ്പോൾ മകളെയും ഇയാൾ തന്നെയായിരിക്കും കൊന്നത് എന്ന് മീഡിയക്കാർ ചോദിക്കുന്നു. അതെനിക്കറിയില്ലെന്ന് അയാൾ പറയുന്നുണ്ട്. പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് അവർ പറയുന്നു. ഇപ്പോൾ MLA അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളാണോ മകളെ കൊന്നത് എന്ന് ചോദിക്കുകയാണ്. ഡ്രൈവറെ കൊന്നതും വൈഫിനെ കൊന്നതും ഞാനാണ്, എൻ്റെ മകളെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, കണ്ടുപിടിക്കുക എന്ന് അയാൾ പറയുന്നു. അങ്ങനെ ഈ കേസ് കുറച്ച് കൺഫ്യൂഷനായിട്ട് പോവുകയാണ്. പോലീസുകാരും വേഗത്തിൽ കണ്ടുപിടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് രാത്രി ജാനകി നടന്നു പോകുമ്പോൾ ഒരു കാറാണ് തട്ടിക്കൊണ്ടു പോകുന്നത്. അത് ആരുടെ കാറാണെന്ന് അവർ ചെക്ക് ചെയ്യാണ്. നോക്കുമ്പോൾ ചക്രവർത്തി എന്ന് പറയുന്ന ഒരാളെ കാണിച്ചല്ലോ, അയാളുടെ കാറിലാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് മനസ്സിലാവുന്നു. ചക്രവർത്തിയെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് ഇവർ ചിന്തിക്കുകയാണ്. ഇപ്പോൾ ചക്രവർത്തിയെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ഹോട്ടലിലേക്ക് അന്വേഷണത്തിനായി വരുന്നു. അവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു പയ്യന്റെ ബോഡി കിട്ടുന്നു. അതായത് രണ്ടുപേർ ആത്മഹത്യ ചെയ്തിരുന്നല്ലോ, അതിലെ ഒരു പയ്യന്റെ ബോഡി കിട്ടുന്നു. ഇതിനെക്കുറിച്ച് മാനേജറോട് ചോദിക്കാമെന്ന് നോക്കുമ്പോൾ മാനേജർ മാറിയിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു മാനേജറാണ് ഉള്ളത്. പഴയ മാനേജർക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല, നാട്ടിലേക്ക് പോയി എന്നയാൾ പറയാണ്. ഈ ഹോട്ടലിൽ എന്തോ തെറ്റ് നടക്കുന്നുണ്ടെന്ന് കരുതി ഇവർ അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. ചക്രവർത്തിയുടെ എക്സ് വൈഫിനോട് സംസാരിക്കുകയാണ്. ചക്രവർത്തിയെക്കുറിച്ച് പറ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൻ വളരെ മോശമായ ടൈപ്പാണ്, ഞങ്ങൾ രണ്ടുപേരും ഒന്നായത് തന്നെ അവൻ വീഡിയോ എടുത്ത് നോക്കിയിരുന്നു, അത് ഞാൻ എങ്ങനെയൊക്കെയോ സഹിച്ചു. പക്ഷെ എൻ്റെ അനിയത്തി പോലും അറിയാതെ അവളെ വീഡിയോ എടുത്ത് അവൻ നോക്കിയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വഴക്കെട്ടി പിരിഞ്ഞത്. ഇതൊക്കെ ഞാൻ തുടക്കത്തിലെ തന്നെ പറയുമായിരുന്നു, എന്നാൽ അനിയത്തിയുടെ വീഡിയോ പുറത്തുവിടും എന്ന് പറഞ്ഞ് അവൻ എന്നെ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് അവൻ്റെ ശല്യം വേണ്ടെന്ന് വെച്ച് എൻ്റെ അനിയത്തിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും ഞാൻ പുറത്ത് പറയാതിരുന്നത് എന്ന് അവർ പറയുന്നു. അവസാനമായി ആ ചക്രവർത്തിയുടെ കാർ എവിടെ പോയി എന്നൊക്കെ അവർ ചെക്ക് ചെയ്യാണ്. സർ, എയർപോർട്ടിനടുത്തേക്ക് പോയിട്ടുണ്ട് സർ, അവൻ വിദേശത്തേക്ക് രക്ഷപ്പെട്ടു പോയെന്ന് തോന്നുന്നു, വേറൊരു ഐഡന്റിറ്റി ഉപയോഗിച്ച് രക്ഷപ്പെട്ടു പോയി എന്നൊക്കെ ആളുകൾ പറയാണ്. അവൻ ഏത് രാജ്യത്ത് പോയാലും വേഗത്തിൽ കണ്ടുപിടിക്കുക എന്ന് ഇവിടുത്തെ ഓഫീസർ പറയാണ്. ആളുകളും ശരിയെന്ന് പറഞ്ഞ് അതിനുള്ള ജോലി ചെയ്യാൻ തുടങ്ങുന്നു. നിന്റെ വൈഫ് ജാനകിയെ ചക്രവർത്തിയാണ് എന്തോ ചെയ്തത്, ഈ കൊലപാതകത്തിലും ചക്രവർത്തിക്ക് പങ്കുണ്ട്, ചക്രവർത്തിയെ നേരത്തെ നിനക്കറിയാലോ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുകയാണ്. അതെ സർ, അവസാനമായി ഹോട്ടലിൽ വന്നപ്പോൾ ചക്രവർത്തി സാറെ കണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇയാൾ പറയുന്നു. ഹീറോയുടെ ഭാഗത്ത് വലിയ തെറ്റുകളൊന്നുമില്ലെന്ന് ഈ ഇൻസ്പെക്ടർക്ക് മനസ്സിലാവുന്നുണ്ട്. നീ വിഷമിക്കേണ്ട, നിന്റെ വൈഫിനെ വേഗം കണ്ടുകിട്ടും, ഒരു ചേട്ടനായി ഞാൻ സപ്പോർട്ടീവായി ഉണ്ടാവും എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. ഇനി നീ ഇവിടെ നിൽക്കണ്ട, നിനക്ക് പോവാം എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. ഇപ്പോഴാണ് ഹീറോ ഒരു കാര്യം ഓർത്ത് നോക്കുന്നത്. ഇനി എൻ്റെ മുഖത്ത് നോക്കരുതെന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയല്ലോ, ആ റൂമിലേക്ക് തന്നെ ഇയാൾ സംസാരിക്കാൻ വരുന്നു. അങ്ങനെ സംസാരിക്കാൻ വരുന്ന ആളോട് അവളും ഞാൻ പ്രഗ്നന്റ് ആണ്, അത് പറയാനാണ് നിന്നെ വിളിച്ചത്, എന്നാൽ നീ ചെയ്തത് കണ്ടില്ലേ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഹീറോ ഞാൻ ചില കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. ഹോട്ടലിലുള്ള ലവേഴ്സിന് ഇയാൾ മുന്നറിയിപ്പ് കൊടുത്തല്ലോ, ആ കാര്യം ചക്രവർത്തിക്ക് മനസ്സിലാവുന്നുണ്ട്. നീയാണ് മുന്നറിയിപ്പ് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായി, മര്യാദയ്ക്ക് എന്നെ കാണാൻ ഈ സ്ഥലത്തേക്ക് വാ, ഇല്ലെങ്കിൽ നിന്റെ വൈഫിന്റെ വീഡിയോ ലീക്ക് ചെയ്യും എന്ന് പറഞ്ഞവൻ ഭീഷണിപ്പെടുത്തി. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ഇയാളും കാണാനായി വരുന്നു. ഇങ്ങനെ മോശമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിനക്കൊക്കെ നാണമില്ലേ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അതാണ് എൻ്റെ ബിസിനസ്, നീ ഇതിൽ ഇടപെടാതിരുന്നാൽ നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ അനുഭവിച്ചോ,
എന്നൊക്കെ പറഞ്ഞ് വാണിംഗ് കൊടുക്കുന്നു. എന്തൊക്കെയായാലും നീ ചെയ്യുന്നത് തെറ്റാണെന്നൊക്കെ ഹീറോ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തോക്കെടുത്ത് ഹീറോയെ കൊല്ലാൻ അവൻ ശ്രമിക്കുന്നു. ഹീറോ അവനെ തടഞ്ഞ് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫൈറ്റിൽ ഹീറോ ഒരു സാധനം വെച്ച് അടിച്ച് അവനെ കൊല്ലുന്നു. ഇവനെ കൊന്ന കുറ്റത്തിൽ നമ്മൾ പിടിക്കപ്പെടരുത്, അതനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് അയാൾ ചിന്തിക്കുകയാണ്. ഇവന്റെ ബോഡി വേഗത്തിൽ പാക്ക് ചെയ്യുന്നു. വേറൊരു ഭാഗത്ത് ഇവന്റെ ബോഡി ഇടണം എന്ന് ചിന്തിക്കുന്നു. അതായത് ആന്ധ്ര ബോർഡറിലേക്ക് പോവാന്ന് കരുതി കാറ് വഴി ഇവനെ അവിടെ കൊണ്ടുവരുന്നു. സത്യത്തിൽ അവൻ പൂർണ്ണമായിട്ടും മരിച്ചിരുന്നില്ല, ജീവന് വേണ്ടി പോരാടുകയായിരുന്നു. ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മദ്യലഹരിയിൽ അവൻ ട്രാക്കിൽ വീണ് കിടക്കുന്നത് പോലെ സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ട്രെയിൻ കയറി അവൻ ക്രൂരമായി അവിടെ മരിക്കുകയാണ്. എൻ്റെ ബർത്ത്ഡേ ദിവസം രാത്രി മുഴുവൻ വന്നില്ല എന്ന് വൈഫ് പറഞ്ഞല്ലോ. ഇയാൾ രാത്രി മുഴുവൻ ഈ ജോലിയായിരുന്നു ചെയ്തത്. വീട്ടിൽ വന്ന് കുളിച്ചു. അങ്ങനെ കുളിച്ചയാൾ വൈഫിനോട് ഒന്നും മിണ്ടാതെ അടുത്ത ജോലി ചെയ്യാൻ പോയി. ഇതുകൊണ്ടാണ് വൈഫിന് ഭയങ്കര ദേഷ്യം വന്നത്. അടുത്തതായി എന്ത് പ്ലാൻ ചെയ്തു എന്ന് വെച്ചാൽ ഹോട്ടലിലെ മാനേജറോട് ഇയാൾ ശബ്ദം മാറ്റി സംസാരിക്കുന്നു. ചക്രവർത്തി സംസാരിക്കുന്ന പോലെ സംസാരിക്കുകയാണ്. ആ സ്ഥലത്തുണ്ടായിരുന്ന കപ്പിൾസ് എനിക്ക് പരിചയമുള്ളവരായിരുന്നു. അവർ വീട്ടിൽ ലവ് മാറ്റർ അറിഞ്ഞതുകൊണ്ട് ധൃതിപ്പെട്ട് ആത്മഹത്യ ചെയ്തു. ഇത് പുറത്തറിഞ്ഞാൽ നമ്മുടെ ഹോട്ടലിനാണ് പ്രശ്നം. പയ്യന്റെ ബോഡി ആ ഹോട്ടലിലെ ഫ്രീസറിൽ വെച്ചേക്ക്. അതേപോലെ പെൺകുട്ടിയുടെ ബോഡി എൻ്റെ വീട്ടിലൊരു ഫ്രീസർ ഉണ്ടല്ലോ, അതിൽ വെച്ചേക്ക്. അതുപോലെ ഇതിനെക്കുറിച്ച് നിന്നോട് അന്വേഷിച്ചാൽ നീ കുറച്ച് പതറിപ്പോവും. അതുകൊണ്ട് നീ നാട്ടിലേക്ക് പോക്കോ, എവിടെ നിൽക്കണ്ട, വേറെ ആളെ അവിടെ നിർത്തിയിട്ട് പോ എന്നൊക്കെ പറയുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് മാനേജർ സമ്മതിച്ചു. ഇപ്പോൾ രണ്ടുപേരും മരിച്ചിട്ടുണ്ടല്ലോ, ആ കൊലപാതകം ചെയ്തത് ചക്രവർത്തിയാണെന്ന് ഫ്രെയിം ചെയ്യാം എന്ന് ഇയാൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. എന്നാൽ ജാനകി എന്ത് പറയുന്നു എന്ന് വെച്ചാൽ, ഇല്ലില്ല ഇതുപോരാ, നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയാണ്. ഇതിൽ എന്നെ ഉൾപ്പെടുത്ത്, ഞാൻ MLA മകളായതുകൊണ്ട് ഇതൊരു വലിയ വിഷയമായി മാറും. അതുവഴി ചക്രവർത്തിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്, വിദേശത്തേക്ക് രക്ഷപ്പെട്ടു പോയി എന്ന രീതിയിൽ നമുക്ക് മാറ്റാം എന്നൊക്കെ അവൾ പറയുന്നു. കാരണം ആന്ധ്രയിൽ അവന്റെ ബോഡി തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറിയിട്ടുണ്ട്. അവൻ തന്നെയാണ് മരിച്ചതെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് വിദേശത്തേക്ക് രക്ഷപ്പെട്ടു പോയെന്ന് ഫ്രെയിം ചെയ്യാം എന്ന് അവർ തീരുമാനിക്കുന്നു. ജാനകി മനഃപൂർവ്വം ഒരു സ്ഥലത്ത് നിൽക്കും. ആ സ്ഥലത്തേക്ക് ഇയാൾ ചക്രവർത്തിയുടെ കാർ എടുത്തുകൊണ്ട് വരും. ചക്രവർത്തി തട്ടിക്കൊണ്ടുപോകുന്ന പോലെ ഒരു ഡ്രാമ ചെയ്തു. അതുപോലെ ആ ലേഡിയുടെ ബോഡി എടുക്കുകയാണ്. അതിൽ ഇവളുടെ ചെയിൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നു. ഇവളുടെ ഡ്രസ്സും ഇട്ട് കൊടുക്കുകയാണ്. മലമുകളിൽ നിന്ന് മുഖമൊക്കെ വികൃതമാക്കി താഴേക്കിടുന്നു. ചക്രവർത്തിക്ക് ഒരുപാട് ഗോഡൌണുകൾ ഉണ്ടല്ലോ, അതിലൊന്നിൽ ജാനകിയെ ലോക്ക് ചെയ്ത് വെക്കാമെന്ന് കരുതി ഇയാൾ അവിടെ ലോക്ക് ചെയ്ത് വെച്ചു. അതേസമയം രാവിലെ വിളിക്കാൻ വരുന്ന ഫ്രണ്ടിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ എന്തോ തെറ്റ് ചെയ്തതുപോലെ അവിടെ അഭിനയിച്ചത്. അതായത് രണ്ടുപേർക്കും രാത്രി എന്തോ വഴക്കുണ്ടായതുപോലെ ഇയാൾ അഭിനയിച്ചു. ഇതെല്ലാം കണ്ട ഫ്രണ്ട് ഇവനാണ് എന്തോ ചെയ്തത് എന്ന് രമേശിനോട് പറഞ്ഞു. രമേശ് പോലീസിനോട് പറഞ്ഞു. പോലീസ് ചക്രവർത്തിയുടെ എല്ലാ സ്ഥലങ്ങളും ചെക്ക് ചെയ്യുമ്പോഴാണ് ഇവരൊരു സ്ഥലത്തിൽ ലോക്ക് ചെയ്യപ്പെട്ടതായി കാണുന്നത്. അങ്ങനെയാണ് ഇവരെ രക്ഷിച്ചത്. നിങ്ങളെ തട്ടിക്കൊണ്ടുപോയത് ചക്രവർത്തിയാണോ എന്ന് പോലീസ് ചോദിക്കുകയാണ്. മാസ്ക് വെച്ച് ആരോ എന്നെ അറ്റാക്ക് ചെയ്തു, ചക്രവർത്തിയാണോ എന്ന് എനിക്കറിയില്ല എന്നിവർ പറയുന്നു. ചക്രവർത്തിയാണ് നിങ്ങളെ തട്ടിക്കൊണ്ടുപോയത്, വിദേശത്തേക്ക് അവൻ രക്ഷപ്പെട്ടു, വിദേശത്തുള്ള അവനെ എങ്ങനെയെങ്കിലും ഞങ്ങൾ കണ്ടുപിടിക്കാം, വിഷമിക്കേണ്ട, ഇതിനുശേഷം നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ ഇയാൾ പറയാണ്. ഇവരും ഇയാൾക്ക് നന്ദി പറഞ്ഞിട്ട് പുറത്തു വരുന്നു. എല്ലാം കഴിഞ്ഞു എന്ന സന്തോഷത്തിൽ പരസ്പരം ഇവർ കെട്ടിപ്പിടിക്കുന്നു. പ്ലാൻ ചെയ്ത് ചക്രവർത്തിയുടെ കഥയും തീർത്തു. ചക്രവർത്തി മരിച്ചതുകൊണ്ട് ഒരുപാട് പേര് ആ ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ, ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്തതുപോലെയുമായി. നമ്മൾക്കും ഇനി യാതൊരു പ്രശ്നവുമില്ല എന്ന് കരുതി രണ്ടുപേരും സന്തോഷിക്കുന്നു. ഇതോടെ ഈ സിനിമയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. സോ കഥ എങ്ങനെയുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.